നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പ് പങ്കുവയ്ക്കുന്നു. പഴകിയതും പൂപ്പൽ ബാധിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പയ്യോളിയിലെ ഭക്ഷ്യസ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചു. രഹസ്യ വിവരത്തെ തുടർന്ന് ബാലുശ്ശേരി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി.ജി. ഉന്മേഷ്, കൊയിലാണ്ടി ഓഫീസർ ഡോക്ടർ വിജി വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേടുകൾ വെളിപ്പെട്ടത്. കാലിത്തീറ്റ നിർമ്മിക്കാനെന്ന വ്യാജേന വിവിധ വ്യാപാരികളിൽ നിന്നും ബേക്കറികളിൽ നിന്നും കാലാവധി കഴിഞ്ഞ ബ്രെഡ്, ബണ്ണ്, അതുപോലെ തന്നെ ചപ്പാത്തി, റസ്ക് എന്നിവ ഇവർ ശേഖരിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് പോലും ഇത്തരത്തിൽ പഴകിയ സാധനങ്ങൾ എത്തിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇത്തരത്തിൽ ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി കട്ട്ലറ്റ്, മറ്റ് എണ്ണക്കടികൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഫാസ്റ്റ് ഫുഡ് സെന്ററുകളിലേക്കും മറ്റും വൻതോതിൽ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി. പരിശോധനയിൽ ഏകദേശം 3000 കിലോ ബ്രെഡ് ക്രംസും 500 കിലോയോളം വരുന്ന മറ്റ് പഴകിയ ഭക്ഷ്യവസ്തുക്കളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ബേക്കറി യൂണിറ്റ് നടത്താൻ നഗരസഭയുടെ ലൈസൻസ് ഉണ്ടെങ്കിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരേ സ്ഥലത്ത് നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണ്. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. പിടിച്ചെടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ സ്ഥാപന ഉടമയ്ക്കെതിരെ ശക്തമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, ഗൾഫിൽ നിന്ന് ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്നത്. സ്വർണത്തിന് വില വൻതോതിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്വർണത്തിന്റെ കാര്യത്തിൽ 51% കുറവ് വന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോഴാണ് രാജ്യത്തേക്ക് ദ്രാവക രൂപത്തിലുള്ള സ്വർണം ഒഴുകുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്. 2025 ജനുവരി മാർച്ച് കാലയളവിൽ 69,879 കിലോഗ്രാം സ്വർണമാണ് രൂപം മാറ്റി എത്തിച്ചതെന്ന് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടറേറ്റ് ജനറൽ പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാക്കുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 10 ഇരട്ടിയോളമാണ് ദ്രാവക സ്വർണം എത്തുന്നതിലെ വർധനവ്. UAE, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് രൂപം മാറ്റി സ്വർണം എത്തിക്കുന്നത്. സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിലെ തട്ടിപ്പാണ് ദ്രാവക സ്വർണം ദ്രാവക രൂപത്തിലാക്കി സ്വർണം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതാണ് പരിപാടി. ശരിയായ രീതിയിൽ സ്വർണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 6% നികുതി കൊടുക്കണം. ഇത് വെട്ടിക്കാൻ വേണ്ടിയാണ് ദ്രാവക രൂപത്തിൽ കടത്തുന്നത്. സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നികുതി 15% ഘട്ടത്തിൽ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് വളരെ കൂടുതലായിരുന്നു. എന്നാൽ നികുതി 6% കുറഞ്ഞപ്പോഴാണ് ആ തുക വെട്ടിക്കാൻ പുതിയ മാർഗം സ്വീകരിച്ചു തുടങ്ങിയത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപത്തെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ദ്രാവക രൂപത്തിൽ ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെ ഒഴുക്ക് എത്രയാണ് വർദ്ധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ വെറും 2000 കിലോഗ്രാം ആണ് എത്തിയതെങ്കിൽ കഴിഞ്ഞ വർഷം മുഴുവനുള്ള കണക്ക് പരിശോധിച്ചാൽ ഇത് 1.20 ലക്ഷം കിലോഗ്രാമായി വർദ്ധിച്ചിരുന്നു. സ്വർണത്തിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുതിച്ചു വിലയിൽ ഉണ്ടായതിന് പിന്നാലെയാണ് നികുതി വെട്ടിക്കുകയെന്ന ലക്ഷ്യത്തിൽ ദ്രാവക രൂപത്തിലുള്ള സ്വർണം കൂടുതലായി എത്താൻ തുടങ്ങിയത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.